പക്ഷെ ഇവിടെ വന്നപ്പോ വേറൊരു ബ്ലെൻഡിങ് ആണല്ലോ ഇവിടെ കാണുന്നപ്പോ. ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോയതാണോ പറഞ്ഞപ്പോ? സംഭവിക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെ പറ്റാറുണ്ടോ? ഇത് ഇതിങ്ങനെ വേറെ സാധനമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തേക്കുന്നു, അതിന് ചോദിക്കണമല്ലോ. വലതുവശത്ത് കാണുന്നത് സാധാ കട്ടയാണ്, സാധാരണ സാധാ കോൺക്രീറ്റ് കട്ടയും. നിങ്ങളുടെ ഇടത്ത് വശത്ത് കാണുന്നത് ഈ ക്ലേ ഹോളോ ബ്രിക്സും ആണ്. ക്ലേ ഹോളോ ബ്രിക്സ് കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് സേവ് ചെയ്യാനുള്ള ഒരു അപ്രോച്ചാണ്. എക്സ്റ്റേണൽ വാളുകളും അതിനോട് ചേർന്ന് കിടക്കുന്ന വാളുകളും അങ്ങോട്ട് നീങ്ങുന്നല്ലോ. ഇവിടെ എങ്ങനെ കോസ്റ്റ് സേവിങ് വരാ? കോസ്റ്റ് സേവിംഗ് എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ ഇന്റേണൽ വാളുകളും, അതായത് ഹീറ്റിനോട് ഡയറക്ട്ലി എക്സ്പോഷർ ഇല്ലാത്ത എല്ലാ വാളുകളും നമ്മൾ സാധാ കോൺക്രീറ്റ് കട്ട വെച്ച് ചെയ്തു. എക്സ്റ്റേണലി ഹീറ്റിനോട് എക്സ്പോസ്ഡ് ആയി നിൽക്കുന്ന എല്ലാ വാളും ഈ പറയുന്ന പോലെ ക്ലേ ഹോളോ ബ്രിക്സ് വെച്ച് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ഇവിടെ. പുറത്ത് വെച്ചാൽ ചൂട് കുറയാന്നുള്ള ഓപ്ഷൻ നമുക്ക് നടക്കില്ല. പക്ഷെ ഇതിന്റെ കേസിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് തേക്കുണ്ടായിരുന്നു അല്ലെ? തേക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കോസ്റ്റ് സേവിംഗ് ഉണ്ട്. പക്ഷെ അത് നമ്മളത് ഞാൻ എല്ലാ ക്ലയന്റിനോടും അത് അഡ്വൈസ് ചെയ്യുമ്പോൾ പോലും ചിലർക്ക് അതല്ലെന്നേ, നിങ്ങൾക്ക് ഇപ്പൊ അത് ഓക്കെ ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ചിലർക്ക് തേക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. നമ്മൾ അവരുടെ ഒരു കൺസൾട്ടന്റ് എന്ന നിലയിൽ നമ്മൾ അവരെ അഡ്വൈസ് ചെയ്ത് തേക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇത്രയും കോസ്റ്റ് സേവിംഗ് ഉണ്ടാവും എന്ന് പറയും. പക്ഷെ ചിലർക്ക് അത് നമ്മൾ തേച്ച് കൊടുത്താലേ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ, മാനസികമായ സന്തോഷം.